തൃശൂർ കുറ്റിച്ചിറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ജീവനൊടുക്കിയതിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. കുറ്റിച്ചിറ സ്വദേശി ലിൻഡോ ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് ലിൻഡോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടിവാൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ച യുവാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ആള് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പേടിയും പ്രശ്നമായിട്ട്, പിന്നെ അതുപോലെ കുറ്റിച്ചിറക്കി ആള് വണ്ടി കൊണ്ട് ഓടാൻ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ വെളിവുള്ള സ്റ്റേഷൻ വരെ പോകുന്നില്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു. പേടിയാണ് മെയിൻ കാരണം. എന്നിട്ടുണ്ടായെന്ന് അറിയില്ല, കൊണ്ടുപോയിട്ട് എന്നിട്ടാണ് കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ വൈകിട്ട് ഞാൻ രാത്രി കണ്ടേ. അപ്പൊ എന്നോട് പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല. എടാ പേടിയാവുന്നു, എനിക്ക് ഭയങ്കര പേടിയാവുന്നു, അത്ര മാത്രം പറഞ്ഞ് അവൻ എന്നോട് പോയി. അത്ര മാത്രമേ എനിക്ക് പറയുള്ളൂ. അവസാനം കണ്ടത് അവസാനം രാത്രിയായിട്ട് എന്നോട് പറഞ്ഞത് അവൻ മരിക്കണതിന് മുന്നേ ഒരു 3/4 മണിക്കൂർ മുന്നേ എന്നോട് പറഞ്ഞത് അങ്ങനെയാ. കാറ്റാടി പേടിയാവുന്നു, അത്ര മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, ലിൻഡോ എപ്പോഴായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്? അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണോ ബന്ധുക്കൾ പറയുന്നത്? ഒരാഴ്ച മുമ്പ് ഒരു വടിവാളാക്രമണം ചാലക്കുടി ഭാഗത്ത് നടന്നിരുന്നു. ഇതിൽ ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് തുടരുകയാണ്. ഇതിൽ പ്രതികൾ എന്ന് കരുതുന്ന ആളുകളുടെ സുഹൃത്താണ് ജിൻഡോ. അപ്പൊ ജിൻഡോയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതിൽ പ്രതികളെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ചോദിച്ചറിയാനാണ് എന്നാണ് പോലീസ് പറയുന്നത്. ജിൻഡോയെ വിളിച്ച് വിവരങ്ങൾ സംസാരിച്ച ശേഷം പോലീസ് വിട്ടയക്കുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. പക്ഷേ ഇതിന് പിന്നാലെ യുവാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായെന്നും ഇതിന് പിന്നാലെ ഈ കാരണം കൊണ്ടാണ് യുവാവ് ജീവൻ ഒടുക്കിയത് എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും കുറ്റിച്ചിറ സ്വദേശി ലിൻഡോ ജോർജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആശുപത്രിയിലൊക്കെ തന്നെ മൃതദേഹം ബന്ധുക്കൾ സ്വീകരിക്കാതെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും ചില കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ ശേഷം യുവാവിനെ വിട്ടയക്കുകയുമാണ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ലിൻഡോ ജോർജിന്റെ മരണത്തിലാണ് കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് ലിൻഡോ ജോർജ് ആത്മഹത്യ ചെയ്തത്. അതിൽ പോലീസിനെതിരെ ആരോപണവുമായാണ് കുടുംബം രംഗത്തെത്തുന്നത്. നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.